അടിസ്ഥാന സൗകര്യങ്ങളിൽ വന്ന മാറ്റങ്ങൾ പരിശോധിച്ചാൽ ആർക്കും ഇത് ബോധ്യപ്പെടുന്നത്. പോലീസ് സ്റ്റേഷൻ എന്ന പഴയ സങ്കല്പം തന്നെ മാറിയിരിക്കുകയാണ്. ഇന്ന് പരാതിയുമായി വരുന്നവർക്ക് മറ്റു തരത്തിലുള്ള പരാതികൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധയാണുള്ളത്. അവരെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് എല്ലായിടങ്ങളിലും ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ പുതുതായി നിർമ്മിക്കുന്ന എല്ലാ പോലീസ് സ്റ്റേഷനുകളും ഇത്തരത്തിലാണ് ജനസൗഹൃദപരമായ പ്രവർത്തനങ്ങൾക്കാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ പോലീസ് സേനയ്ക്ക് ജനസൗഹൃദ മുഖം നൽകാൻ കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യമാണ് കുറ്റാന്വേഷണത്തിൽ ഒരു വിധത്തിലുള്ള ബാഹ്യ ഇടപെടലുകളും ഇവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളത്. ഇത് കോടതികളുടെ അടക്കം പരാമർശത്തിന് വിധേയമായിട്ടുള്ള കാര്യമാണ്. നല്ല നിലയിൽ അന്വേഷിക്കുന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും പോലീസിന് ഉണ്ട് എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് തന്നെ സ്വതന്ത്രവും നീതിയുക്തവുമായി അന്വേഷണം നടക്കുന്നു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു വിധത്തിലുള്ള സമ്മർദ്ദം ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നില്ല. തങ്ങളുടെ മുന്നിൽ വരുന്ന തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തി കാര്യങ്ങൾ വിലയിരുത്താനും തുടർ നടപടികൾ സ്വീകരിക്കാനും കഴിയുന്നു. അതുതന്നെ വലിയ തോതിൽ പോലീസിൻ്റെ മികവ് കുറ്റാന്വേഷണ കാര്യങ്ങളിൽ വർദ്ധിപ്പിക്കാൻ ഇടയാക്കി എന്നതും കേരളത്തിൻ്റെ അനുഭവമാണ്. അതോടൊപ്പം നമ്മുടെ നാടിൻ്റെ ക്രമസമാധാന നില ഏറ്റവും നല്ല രീതിയിൽ ക്രമസമാധാനം പാലിച്ചു പോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ശാന്തിയും സമാധാനവും നിലനിൽക്കുന്ന ഒരു സമൂഹമായിട്ടാണ് കേരളം പൊതുവെ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങളുമില്ല. ഇതിനെല്ലാം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രത്യേകത കാരണമാണെങ്കിലും പോലീസിൻ്റെ ഇടപെടലും സമീപനവും നടപടികളും എല്ലാം ഇത്തരമൊരവസ്ഥ സൃഷ്ടിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നേരത്തെ നിരവധി വർഗീയ സംഘർഷങ്ങൾ പല കാലങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി പല അനിഷ്ട സംഭവങ്ങളും, ഒരുപാട് സ്വത്തുവകകൾ നശിപ്പിക്കല്, വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, മാരകമായി പരിക്കേറ്റവര്, ജീവൻ നഷ്ടപ്പെട്ടവര് എല്ലാം കേരളത്തിലുണ്ടായിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി അതിനോടെല്ലാം പൂർണ്ണമായും വിട പറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമായിട്ടാണ് കേരളം നിൽക്കുന്നത്. അതിനിടയാക്കിയതിൽ ഒരു ഘടകം പോലീസിൻ്റെ സംയോജിതവും കാര്യക്ഷമവുമായ ഇടപെടലാണ്. വർഗീയ സംഘർഷവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ, കർക്കശ നിലപാട് സ്വീകരിക്കാൻ പോലീസിന് കഴിയുന്നു. ആരെയും ചാരി നിൽക്കുന്നില്ല, ആരെയും പ്രത്യേകമായി സംരക്ഷിക്കുന്നില്ല. അതുതന്നെയാണ് വർഗീയ സംഘർഷം ഒഴിവാക്കുന്നതിന് ഏറ്റവും ഫലപ്രദമായത് എന്നത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. നാട്
ജനങ്ങൾ പൊതുവെ ശാന്തിയും സമാധാനവുമാണ് ആഗ്രഹിക്കുന്നത്. അത് നിലനിർത്താൻ കഴിഞ്ഞു എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ നേട്ടമാണ്. അത് തുറന്നും കൊണ്ടുപോകാൻ കഴിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ തുടരുന്ന സോഷ്യൽ പോലീസിംഗ് സംവിധാനം അത് ശക്തമായി തന്നെ തുറന്നു പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട്. സാമൂഹ്യ വിരുദ്ധ ശക്തികളെ വേഗത്തിൽ തിരിച്ചറിയുന്നതിനും ലഹരി മാഫിയയുടെ വേരറുക്കുന്നതിനും ചില കേന്ദ്രങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനും ഇതിൻ്റെ ഭാഗമായി നമുക്ക് കഴിയുന്നുണ്ട്. അത് കൂടുതൽ ശക്തമായി തുടരേണ്ട ഘട്ടമാണ് ഇത് എന്നുകൂടി നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരമൊരു കാഴ്ചപ്പാടോടെ കർമ്മോന്മുഖമായി പ്രവർത്തിക്കാൻ കേരളത്തിലെ പോലീസിന് സാധിക്കും എന്ന് തന്നെ ഉള്ള പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ പൂർത്തിയായ പദ്ധതികളുടെ ഉദ്ഘാടനവും മറ്റുള്ളവയുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.